റാഗിങ്ങിനെ തുടർന്ന് 15-കാരനായ മിഹിർ ജീവനൊടുക്കിയതിൽ കുടുംബത്തിന്റെ ആരോപണങ്ങളെല്ലാം തള്ളി സ്കൂൾ അധികൃതർ. ജനുവരി 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചുവെന്നും രക്ഷിതാക്കളെ വിളിപ്പിച്ചെന്നും താക്കീത് നൽകിയെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. അടുത്ത ദിവസമാണ് മിഹിർ ജീവനൊടുക്കിയത്. മിഹിറിന് സ്കൂളിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. മരണശേഷമാണ് സ്കൂളിലെ റാഗിങ്ങിനെ കുറിച്ച് പരാതി നൽകുന്നത്. 39 ദിവസം മാത്രമാണ് ഗ്ലോബൽ സ്കൂളിൽ മിഹിർ പഠിച്ചതെന്നും സഹപാഠികളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാകില്ലെന്നും ഗ്ലോബൽ സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം മിഹിർ നേരിട്ട ദുരനുഭവം സ്കൂൾ അധികൃതരെ ഇമെയിൽ മുഖേന അറിയിച്ചിരുന്നതായാണ് മിഹിറിന്റെ അമ്മ പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ആരോപണങ്ങളും സ്കൂൾ അധികൃതർ തള്ളുന്നു. ഒറ്റ നോട്ടത്തിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടാകുന്നു. സഹപാഠികളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ വരുന്നു. അപ്പോഴും മിഹിറിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ആ കുട്ടി ഏത് തരത്തിൽ ഉള്ള സമ്മർദ്ദമാണ് അനുഭവിച്ചിരുന്നത് എന്നതടക്കമുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നു. മിഹിർ രണ്ടാനച്ഛൻ വഴക്കു പറഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണോ സ്കൂൾ അധികൃതർ ഈ ആരോപണങ്ങളെല്ലാം തള്ളുന്നത്? അപർണ, മിഹിറിന് സംഭവിച്ച അത്യാഹിതം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പിഴവ് കൊണ്ടല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് നിരീക്ഷണം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാൻ ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ രണ്ട് സ്കൂളുകൾക്കും ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ അമ്മ രണ്ട് സ്കൂളുകൾക്കും ഇമെയിൽ അയച്ചിരുന്നു. രണ്ട് സ്കൂളുകളിലും ഉണ്ടായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടി ഇമെയിൽ അയച്ചിരുന്നു. അതിന് തുടർ നടപടികൾ ഉണ്ടാവുകയോ പോലീസിനെ അത് അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ ഈ വാർത്താക്കുറിപ്പുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് തമ്മിൽ അങ്ങേയറ്റം വലിയ വൈരുദ്ധ്യങ്ങളാണ് കാണുന്നത്. കാരണം മിഹിർ ജനുവരി 14-ന് സ്കൂളിലൊരു കുട്ടിയെ മർദ്ദിക്കുന്നു. മിഹിറും കുറച്ച് കൂട്ടുകാരും ചേർന്ന് സ്കൂളിലൊരു കുട്ടിയെ മർദ്ദിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മിഹിറിന്റെ പാരൻസിനെ വിളിപ്പിക്കുന്നു. അടുത്ത ദിവസം ജനുവരി 15-ന്, അതായത് മിഹിർ മരിച്ച ദിവസം, രണ്ടാനച്ഛൻ സ്കൂളിൽ ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വിടുകയായിരുന്നു എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അതിനുശേഷം മിഹിർ വളരെ കൂളായിട്ട് ക്ലാസ് മുറിയിലിരിക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. അതിനുശേഷം ബസ്സിൽ തിരികെ പോകുമ്പോൾ മിഹിർ ഉറങ്ങിപ്പോയിരുന്നു. ആയെയാണ് ബസ്സിൽ നിന്നും ഉണർത്തി വിട്ടത് എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം അവർ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ഭാഗത്ത് പിഴവില്ല, അതുപോലെ രണ്ടാനച്ഛനുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം വാർത്തകളോട് അല്ലെങ്കിൽ അത്തരം പുറത്തു വരുന്ന വിവരങ്ങളോട് അടുത്തു നിൽക്കുന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ അധികൃതർ ഇന്നലെ പുറത്തേക്കിറക്കിയ വാർത്താക്കുറിപ്പിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അങ്ങനെയാണ്. അതേസമയം ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവ് കഴിഞ്ഞ ദിവസം മിഹിർ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് സസ്പെൻഡ് ചെയ്തത് മിഹിറുമായി ബന്ധപ്പെട്ട ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നിരന്തര വിമർശനങ്ങൾ മുന്നോട്ട് വരുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. വൈസ് പ്രിൻസിപ്പാൾ നേരത്തെ സ്കൂളിലുണ്ടായിരുന്ന, അതായത് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു. അത് കുട്ടികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നമാണ്. ആ പെൺകുട്ടി തിരിച്ചും ഉപദ്രവിച്ചു. ആ ഒരു പ്രശ്നത്തെ വൈസ് പ്രിൻസിപ്പാൾ അത് പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് ഏറ്റെടുക്കുകയും ഒരു ആഴ്ചക്കാലം മിഹിറിന് സസ്പെൻഷൻ നൽകുകയും അത് തുടർന്ന് ആ സസ്പെൻഷൻ പിൻവലിക്കേണ്ട സമയമായപ്പോൾ അത് ചെയ്യാതെ പിന്നീട് 2 ആഴ്ച കാലത്തേക്ക് കൂടി ആ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തു. അത് മിഹിറിൻ്റെ പരീക്ഷാകാലമായിരുന്നു. അതേ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മിഹിറിൻ്റെ അമ്മ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി ഇപ്പോൾ ബാലാവകാശ കമ്മീഷന് മുൻപാകെ ഉണ്ട്. ആ പരാതിക്ക് ശേഷമാണ് മിഹിറിനെ ആ സ്കൂളിൽ നിന്നും ഗ്ലോബൽ സ്കൂളിലേക്ക് മാറ്റുന്നത്. അതായത് ഗ്ലോബൽ സ്കൂൾ അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് 39 വർക്കിംഗ് ഡേയ്സ് ആണ്. അതായത് ഇടയ്ക്ക് ക്രിസ്മസ് അവധികൾ വന്നിട്ടുണ്ട്. 39 വർക്കിംഗ് ഡേയ്സ് ആണ് ഗ്ലോബൽ സ്കൂളിൽ മിഹിർ ഉണ്ടായിരുന്നത്. ഈ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മിഹിറിന്റെ, അതായത് മുൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് ജംസ് സ്കൂൾ അധികൃതർ നമ്മളെ അറിയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ അധികൃതർ ഇത്തരത്തിൽ വാർത്താക്കുറിപ്പ് ഇറക്കുന്നത്.
അതായത് വളരെ ഒരേ സമയത്ത് രണ്ട് സ്കൂളും പറയുന്നത് ഇത്തരം ചില വിഷയങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒരിക്കലും ആ ഒരു തരത്തിലേക്ക് വെളിച്ചം പോയിട്ടേ ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും കുടുംബപരമായിട്ടുണ്ടായിരുന്നതായി മിഹിർ പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ മിഹിർ സ്കൂളിലെ വിഷയം പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് തലവും അന്വേഷിക്കേണ്ട കാര്യം അതിനകത്തുണ്ടല്ലോ. പക്ഷെ ഒരന്വേഷണത്തിലും സ്കൂൾ അധികൃതർക്ക് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. എങ്കിലും അതുകൂടി അന്വേഷിക്കേണ്ട ഒരാവശ്യമില്ലേ? മിഹിറിന്റെ അമ്മാവനടക്കവും അത്തരം കാര്യങ്ങളൊന്നും സ്പർശിക്കാതെയാണ് സംസാരിക്കുന്നത് എന്നാണോ? അപർണ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. കാരണം മിഹിറിന് ഇത്തരത്തിൽ, അതായത് നേരത്തെ സ്കൂളിൽ പ്രശ്നമുണ്ടാകുന്നു, അത് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. ഈ ഒരു മൊഴിയാണ് മിഹിർ ആത്മഹത്യ ചെയ്തപ്പോഴും, അതായത് മിഹിറിന്റെ മരണം സംഭവിച്ച ദിവസം സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയത്. നേരത്തെ സ്കൂളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷമാണ് സ്കൂൾ മാറ്റി കൊണ്ടുവന്ന കുട്ടിയാണ് എന്നുള്ള ഒരു മൊഴിയായിരുന്നു നേരത്തെയും പോലീസിന് നൽകിയിരുന്നത്. അതേസമയം ഈ മിഹിറിന്റെ അമ്മ പിന്നീടാണ്, അതായത് അന്വേഷണത്തിന് ശേഷം ഈ സ്കൂളിൽ വലിയ തരത്തിലുള്ള അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. മാനസികമായാലും ശാരീരികമായാലും അതിക്രൂരമായ റാഗിങ്ങിന് മിഹിർ ഇരയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു തുറന്ന കത്ത് അങ്ങനെയാണ് പുറത്തു വരുന്നത്. അതിനുശേഷം, അതായത് ഇൻസ്റ്റഗ്രാമിൽ ആ കുട്ടികൾ, അതായത് ഈ ആരോപിക്കപ്പെടുന്ന കുട്ടികൾ അയച്ച മെസ്സേജുകൾ ഉൾപ്പെടെയാണ് അവരന്ന് പുറത്തുവിട്ടത്. അതിൽ വളരെ വ്യക്തമായിട്ട് ഈ കുട്ടിയുടെ മരണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ കുട്ടികൾ അധപ്പതിച്ചു എന്ന് കാണിക്കുകയും ആ അമ്മ ചെയ്തിരുന്നു. പക്ഷേ ഈ പരാതി നേരത്തെ സ്കൂൾ അധികൃതർക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ മേലെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ള പരാതിയും ഈ അമ്മ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ സ്കൂൾ അധികൃതരുടെ വേർഷൻ അനുസരിച്ചിട്ട് ഇവരത് പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ ഈ കുട്ടികളുടെ മാനസിക വ്യാപാരത്തെ അത് ബാധിക്കും, അല്ലെങ്കിൽ അവർക്ക് കുട്ടികളാണ് ആ ഒരു പരിഗണന നൽകണം. അതായത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം നടപടികളിലേക്ക് പോകാവൂ എന്ന് പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തു എന്നും ഇവർ സൂചിപ്പിക്കുന്നു. ഞാൻ തിരികെ എത്താം.